നമുക്ക് ഇതിന് സമ്മതിക്കാം. എടോ ഇതിന് സമ്മതിക്കാവുന്നേ. കണ്ണ് കാണാൻ മേലെ എന്തോ കേക്കാൻ മേലെന്നാ എന്നാ വെച്ചിട്ട് പോടോ. ചെവി കേക്കാൻ മേലെ ഇവരൊക്കെ എന്തിനാണ് ഫോണിൽ സംസാരിക്കണത്? പുറത്താണ് പോ നോക്കി സംസാരിച്ചാ പോരെ. അപ്പച്ചന്റെ പൊന്നുമോളെ എന്നെ അടുക്കാറുന്ന് കോളേജിൽ പഠിക്കാൻ പോണ്ടേ? എടി അന്നാമേ, അവൻ അവന്റെ മകനെ വക്കീലാക്കാൻ വിട്ടപ്പ നമ്മുടെ പൊന്നിനെ വക്കീലാക്കാൻ വിട്ടു. അതാണ് നമ്മുടെ ബുദ്ധി. കൊഞ്ചിച്ചു കൊഞ്ചിച്ച് പെണ്ണ് വഷളായി. ഇനി പഠിച്ചതൊക്കെ മതി. എന്റെ അപ്പച്ചൻ പറയണ വരെ ഞാൻ പഠിക്കും. ചമ്മിപ്പോയി കേട്ടാ. അങ്ങനെയാകട്ട് പറഞ്ഞു കൊടുക്ക്. എടീ, അവൻ അവന്റെ മകനെ വക്കീലാക്കുമ്പം ഞാൻ എന്റെ പൊന്നിനെ മൈസൂരായിട്ടാക്കും. ഹായ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ആലീസ്. ഗുഡ് മോർണിംഗ് എവരിബഡി. എടാ ലൂസിഫറെ, ഇത്ര നേരം എവിടെ ആർന്നടാ? സോറി അങ്കിൾ, ട്രാഫിക് ബ്ലോക്ക് കാരണം കുറച്ച് ലേറ്റ് ആയി പോയി. എടാ ആലീസിന് കോളേജിൽ പോണവരെ അറിയാൻ മേലേ? ആലീസിന് മാത്രമല്ല എനിക്കും പോണം കോളേജിൽ. കടയപ്പേ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ട് വന്നിരിക്കണു തുക്കട സാഹിബിനെ പോലെ. എല്ലാം കൊണ്ട് വെച്ചിട്ട് പോകാൻ നോക്കടാ പിശാചിന്റെ മോനെ. പിശാചിന്റെ മോനാ? ഇയാളെത്ര കൾച്ചറലെസ് ആയിട്ട്. അങ്കിൾ, 1 മിനിറ്റ്. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. എന്റെ പപ്പയും മമ്മിയും ഇട്ട നല്ലൊരു പേരുണ്ടല്ലോ, തോമസ് കുട്ടിന്ന്. ആ പേരുള്ളപ്പോ എന്നെ എന്തിനാ ഈ വൃത്തികെട്ട പേരുകളൊക്കെ വിളിക്കുന്ന? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അലീസ്, പ്ലീസ് വെയിറ്റ്. എടീ, അളിയൻ എടുത്തുള്ളത് ചക്രാന്ന് ഓർത്താണ് കേട്ടാ. നമ്മുടെ വാക്കണ കൂടെ ഇവനെ വക്കീലിന് പഠിപ്പിക്കണത്. ഒരു വീട്ടിൽ 2 വക്കീലന്മാരുള്ളതൊരു ബലമാണല്ല. കറക്റ്റ്. ഹായ് മാലു, നീ കാരണമാണോ ഞാൻ 2 ദിവസം അകത്ത് കിടക്കേണ്ടി വന്നത്? ഈ ആന വാല് പൊക്കുന്ന കണ്ടിട്ടേ ആട് വാല് പൊക്കാൻ നിന്നാ ചിലപ്പോ ഇങ്ങനെ ഇരിക്കും. എടാ, പെമ്പിള്ളേരായിട്ട് ഇടപെടുന്നത് ഒരു കലയാണ്, ജന്മസിദ്ധമായ കല. ഒരു കാര്യം ചെയ്, ശിക്ഷയപ്പെട്ട് കൂടെ നിന്നോ, കുറേശ്ശെ പറഞ്ഞുതരാം. അവനെ കുളിപ്പിച്ച്